അതെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പാചക പരീക്ഷണമായിട്ടാണ് കേട്ടോ. എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്നത് മാത്രം എടുത്തിട്ട് ഞാനൊന്ന് വറുത്തെടുത്ത് വെച്ചു. ആ സെയിം നെയ്യിലോട്ട് തന്നെ ഞാൻ ഏത്തപ്പഴം ഒരു 2-3 എടുത്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പഴുത്തത്. അതും കൂടെ അതിനകത്തേക്ക് ഇട്ടങ്ങ് വഴറ്റിയെടുത്തു. കൂട്ടത്തിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇടും. അപ്പോൾ നല്ലൊരു കളർ വരും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പാല് ഒരു കവർ പാലെടുത്തിട്ടോ. ആ പാല് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിച്ചു. എന്നിട്ട് അതിലോട്ട് ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. തിളച്ചതിന് ശേഷം വാനില എസൻസും കൂടെ കുറച്ച് ആഡ് ചെയ്തു. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നപ്പോഴേക്കും വാങ്ങി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. എന്നിട്ട് ഞാൻ ചേട്ടായിക്കും കൊച്ചിനും കൊണ്ട് കൊടുത്തു. 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഏത്തപ്പഴം ബാക്കി വരുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതിയേ.